ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുമീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിവിടെ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് ബീഫ് കറിയും അടിപൊളി തേങ്ങാച്ചോറുമായിട്ടാട്ടോ. ആദ്യം ഞാനേ ബീഫ് കറി വെച്ച് കാണിച്ചു തരാവേ. ഞാനേ നല്ല വിറകടുപ്പിലാട്ടോ ഒന്ന് തേങ്ങാച്ചോറും ബീഫും ഒക്കെ വെക്കുന്നത്, കണ്ടു നോക്കിട്ടോ. ആദ്യം തന്നെ നമുക്ക് അടുപ്പ് കത്തിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഉരുളി അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പക്ഷെ 2 സവാള അരിഞ്ഞത്, പിന്നെ ഒരു പിടി കൊച്ചുള്ളി, അത് അരിയൊന്നും വേണ്ട, അങ്ങനെ ഇട്ടാൽ മതി. പിന്നെ അതിലേക്ക് മസാലകൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, മല്ലി, മുളക്, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഞാൻ എന്ത് ചെയ്തു, ഒരു ചെറിയൊരു ചീനച്ചട്ടിയിലിട്ടിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷമാണ് അതിലേക്ക് ഇട്ടത്. അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി ഗരം മസാല, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ഒന്ന് ചതച്ചിടുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് വേകുന്നത് വരെ കാത്തിരിക്കാം. പിന്നെ വെന്ത് കഴിഞ്ഞിട്ട് വറവിട്ടിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ചോറിൻ്റെ പരിപാടി തുടങ്ങാം കേട്ടോ. ഞാൻ തേങ്ങാച്ചോറ് വെക്കൽ കുത്തിരി കൊണ്ടാണ്. ചെരുവ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു പിടി പോരും ചെറിയ കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മുരിയണം. എന്നിട്ട് അതിലേക്ക് ഒരു തേങ്ങയുടെ പാല് വാരാം. എന്നിട്ട് അരി വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഉലുവ, പിന്നെ ഞാൻ ഈ തേങ്ങാച്ചോറ് വെക്കാൻ കാരണം തന്നെ ഒരു വിളയാത്ത തേങ്ങ കിട്ടി. അപ്പം വിളയാത്ത തേങ്ങയുടെ ഒരു മുറി, നല്ല ടേസ്റ്റാട്ടോ അങ്ങനത്തെ തേങ്ങാച്ചോറ് ഉണ്ടാക്കിയാൽ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയേ. പിന്നെ ഒരു മുറി തേങ്ങ ചിരകിയതോടെ ചേർക്കാം. പറയാൻ മറന്നുപോയൊരു കാര്യം കേട്ടോ, ഇച്ചിരി പെരിഞ്ചീരകോടെ ചേർക്കണം. പിന്നെ വെള്ളം തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുക്കാം. 1 കപ്പ് അരി എടുത്തത്, അതിന് 2 കപ്പ് വെള്ളം ഒഴിച്ചു. പിന്നെ വെന്തോളും, വെളിച്ചെണ്ണ ഒഴിച്ചതാണല്ലോ നമ്മൾ. അപ്പോൾ ആ വെളിച്ചെണ്ണയെ കിടന്നിട്ട് തന്നെ വെന്തോളും അരി. പിന്നെ ഉപ്പിടാനുള്ള കാര്യം നിങ്ങളോട് പറയാൻ മറന്നു കേട്ടോ. ഇനിയിപ്പോൾ കമൻറ്റ് വരും, ഉപ്പിട്ടില്ലേ എന്ന്. ഉപ്പ് വീഡിയോയിൽ ഇട്ടിട്ടിടുന്ന്, ഉപ്പിട്ടിട്ട് മൂടി വെക്കാം. അങ്ങനെ നമ്മളെ തേങ്ങാച്ചോറും ബീഫും റെഡിയായി. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ.